ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് സെക്കൻഡ് T20 പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ്. ഇന്നലത്തെ കളി കണ്ട ഏതൊരാൾക്കും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാക്കുകളുണ്ടായിരിക്കും, ഷുവറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോസ് കിട്ടി, ഇന്ത്യക്ക് ടോസ് കിട്ടി. ടോസ് കിട്ടിയതിന് ശേഷം ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിന് അയച്ചു. ആ സമയത്ത് സൂര്യകുമാർ വിചാരിച്ചിട്ടുണ്ടാവുക എന്താ വെച്ചാൽ പിച്ച് ഈർപ്പുള്ളതാണ്, അതുകൊണ്ട് ബോളിങ്ങിന് അനുകൂലമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അയച്ചിട്ടുണ്ടാവുക. പക്ഷെ നോക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ള വിധത്തിലായിരുന്നു കോൺവേ ആദ്യത്തെ ഓവറിൽ ഹർഷദീപിനെ അടിച്ച് പരത്തി 18 റണ്ണ് വീതം നേടി. ഒരൊറ്റ ഓവറിൽ 18 റണ്ണ് നേടി. ഒരു 6ഉം 3 4ഉമായിരുന്നു അതിൽ കോൺവേയുടെ ബാറ്റിങ്ങും. അതുകൂടാതെ സെക്കൻഡ് ഹാർദിക് പാണ്ഡ്യനും മോശമില്ലാത്ത രീതിയിൽ 18ലെങ്കിലും ഏകദേശം 10ന് മീതെ കയറി റണ്ണ് എന്നുള്ള രീതിയിൽ റണ്ണ് കയറി. മൂന്നാമത് വീണ്ടും ഹർഷദീപിനെ അതേ ഓവറിൽ തന്നെ അതേ ഇതിൽ തന്നെ അടിച്ച് പരത്തി 18 റണ്ണ് വീണ്ടും എടുത്തു ആ ഒരൊറ്റ ഓവറിൽ. അങ്ങനെ 36 റണ്ണ് ഹർഷദീപിൻ്റെ 2 ഓവറിൽ നിന്നായിട്ട് കോൺവേ കിട്ടി. പിന്നെ നമ്മുടെ നായകൻ വന്നു. നായകനല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് നായകനായിട്ട് തോന്നിപ്പോകും ഹർഷത്തിലാണ് തന്നെ. കാരണം നല്ലൊരു കൂട്ടുകെട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹർഷത്തിൻ്റെ ഒരു കില്ലൻ ബോള്, മറ്റേ സ്ലോ ബോൾ ആക്കിയിട്ട് കോൺവേനെ ഔട്ടാക്കിയിട്ട് അത് ഗംഭീര ഒരു ബോളായി, ഗംഭീര ഒരു വഴിത്തിരവായി. വീണ്ടും രച്ചിൻ രവീന്ദ്രയും മറ്റേ ഫിലിപ്സ് അങ്ങനെ ടീമൊക്കെ വന്നാലേ, ഫിലിപ്സിലെ ഓപ്പണറാ ബാറ്റ്സ്മാൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ടിം അങ്ങനെ എന്താണ്, അവനും കൂട്ടിയിട്ട് വീണ്ടും ഒരു കൂട്ടുകെട്ട് എടുക്കുമ്പോഴേക്കും അടുത്ത വരുൺ ചക്രവർത്തി പിന്നെ വന്ന ബൗളേഴ്സൊക്കെ ശരിക്കും വരിഞ്ഞ് മുറുക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൺസ് പോകുന്നുണ്ടെങ്കിലും വിക്കറ്റ് വീണ് തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ന്യൂസിലാൻഡിൻ്റെ റണ്ണ് കുറച്ച് കൊണ്ടുവന്നിട്ട് കുൽദീപും വരുൺ ചക്രവർത്തിയും അടി കിട്ടുന്നുണ്ട് എങ്കിലും ആ റണ്ണൊഴുക്ക് തടയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ബൗളിംഗ് ലൈനപ്പ് പറ്റി പറയുമ്പോൾ ഇന്ത്യ വളരെ ഗംഭീര ബൗളിംഗ് ലൈനപ്പ് ഒന്നുമില്ലെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ബൗളർമാർ അത്രയും നമ്മുടെ ടീമിലുണ്ട്. അതാണ് T20യുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു 250 റണ്ണിന് മീതെ പോകുമെന്ന് കരുതിയ ന്യൂസിലാൻഡ് തെറ്റിച്ച് ഇന്ത്യ അവരെ 209 റൺസിൽ ഒതുക്കി. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരൊക്കെ അടിയുടെ ഫിലിപ്സ് ഒന്നോ മിച്ചലൊന്നോ ആരും നിർത്തിയില്ല, അതുപോലെ അടി തുടങ്ങി. അതൊരു വലിയൊരു അടിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയാം. അങ്ങനെ വിക്കറ്റ് പോയി തുടങ്ങി. അതൊരു വലിയൊരു സംഭവമായി പറയും. അങ്ങനെ ഇന്ത്യ വീണ്ടും 209 എന്ന റണ്ണിനെ പിന്തുടർന്നുകൊണ്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ബാറ്റിങ് തുടങ്ങി. ആ ബാറ്റിങ്ങിൽ ഫസ്റ്റ് നമ്മുടെ സഞ്ജുവും പോയി, അഭിഷേക് ശർമ്മയും പോയി. പിന്നെ വന്ന സൂര്യ അടിപൊളി ബാറ്റിങ്ങായി. അതായത് ആദ്യത്തെ T20യിൽ 32 റണ്ണെടുത്ത ആൾ മോശമല്ല, ഇപ്പോഴും ഫീൽഡിലുണ്ട് എന്നുള്ള രീതിയിൽ ആളുടെ ഫോം കാണിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡിൽ 82 റൺസ് അടിച്ചിട്ടുണ്ടാക്കി. അതും അടി കിട്ടാത്ത ഒരൊറ്റ ബൗളേഴ്സും ലക്കി വീസിൻ്റെ അതേപോലെ കിട്ടിയിട്ടുണ്ട് അടി. എല്ലാവർക്കും നിരത്തി ആശാൻ കൊടുത്തിട്ടുണ്ട്. 6ഉം 4ഉം മറ്റേ 3ഉം അങ്ങനെ നല്ല അടിച്ച് പരത്തിയിട്ടുണ്ട്. എന്തായാലും അതുപോലെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് സപ്പോർട്ട് ചെയ്ത കിഷാനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കിഷാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റണ്ണ് 75 റണ്ണ് അടിച്ചുണ്ടാക്കിയത്. ഈ ടീമിനെ ഈ ഒരു റൺസിൽ നിന്ന് കര കയറാനുള്ള ഒരൊറ്റ ആളാരാന്ന് ചോദിച്ചാൽ അത് ഇഷാൻ കിഷനാണ്. എന്തായാലും സഞ്ജു കിഷനും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. സഞ്ജു ഫോമായില്ലെങ്കിൽ അടുത്ത 2 കളിയെങ്കിലും ഫോമായില്ലെങ്കിൽ സഞ്ജു ഫീൽഡ് ഔട്ടാവും. അപ്പോൾ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഫീൽഡ് ഔട്ടാവുന്നല്ല, മറ്റേ വേൾഡ് കപ്പിൽ ചാൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കിഷാൻ 2 കളി ഫോമായ പിന്നെ കിഷാനെയാണ് എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നിർണായകമാണ് സഞ്ജു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സഞ്ജു കാരണമെന്നാണ്. പക്ഷേ അറിയില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ് അതൊക്കെ. പിന്നെ ബാക്കിയുള്ള വന്ന ദുബെ അടിച്ച് പരത്തി. ആളുടെ ഒരു 6 ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് 13-14 ഓവറിലെ കളി ജയിച്ചു. അടിപൊളി. ഇനി അടുത്ത കളിയിൽ ഞാൻ വീണ്ടും വിജയിക്കുകയാണെങ്കിൽ മാത്രം റിവ്യൂ ഇടാൻ വരാം. അതെന്നാലേ പറയാൻ സുഖമുള്ളൂ.